അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബി, ഉറക്കത്തെ സംബന്ധിച്ച് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ? അതെ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് ഐലൂലത്തിന്റെ ഉറക്ക്, അത് നമ്മളിൽ പലരും ഉറങ്ങാറുണ്ട്. ആ ഉറക്ക് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ഉറക്കാണ് ളുഹാ സമയത്തുള്ള ഫൈലൂലത്തിന്റെ ഉറക്ക്. ആ ഉറക്ക് നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിനെ നന്നായി ക്ഷീണിപ്പിക്കും. പിന്നെ നട്ടുച്ച സമയത്തുള്ള ഫൈലൂലത്തിന്റെ ഉറക്ക് മഹാന്മാർ നമ്മൾ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫൈലൂലത്തിന്റെ ഉറക്ക്. ആ ഉറക്കം ഉറങ്ങിയാൽ നമ്മുടെ ബുദ്ധി വർദ്ധിക്കാൻ കാരണമാകും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള അസറിന് മുൻപായിട്ടുള്ള ഉറങ്ങുന്ന ഒരു ഉറക്കുണ്ട്, അതിന് ഹൈലൂലത്തിന്റെ ഉറക്ക് എന്ന് പറയും. ആ ഉറക്ക് നമ്മുടെ നിസ്കാരങ്ങൾക്കെല്ലാം തടസ്സമായി വരും. പിന്നെ അവസാനമായിട്ട് അസറിന് ശേഷമുള്ള ഗൈലൂലത്തിന്റെ ഉറക്കുണ്ട്. ആ ഉറക്ക് നമ്മുടെ ജീവിതത്തിലെ നാശങ്ങൾ ക്ഷണിച്ചു വരുത്തും. മാഷാ അല്ലാഹ്, വലിയ സന്തോഷം. പുതിയ അറിവുകൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.